ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് വർക്ക്ഷീറ്റുകളെക്കുറിച്ചാണ്. വർക്ക്ഷീറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം? എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നാം LibreOffice റൈറ്റർ ഉപയോഗിച്ച് വർക്ക്ഷീറ്റുകൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം നാം പരിചയപ്പെട്ടു. ടൈറ്റിൽസ് കൊടുക്കുന്നതിനും അവ സെൻട്രലൈസ് ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ ചിത്രങ്ങൾ നമ്മുടെ വർക്ക്ഷീറ്റിൽ കൃത്യമായി ആഡ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാം പരിചയപ്പെട്ടു. ഇന്നത്തെ ട്യൂട്ടോറിയൽ കഴിഞ്ഞ ട്യൂട്ടോറിയലിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ്. അതിൻ്റെ ഭാഗമായി നാം ഇനി അടുത്ത് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നാം മനസ്സിലാക്കിയ എല്ലാ ടൂളുകളും നിങ്ങൾ ഒരിക്കൽ കൂടി നന്നായിട്ട് പരിചയപ്പെടണം. ആ ട്യൂട്ടോറിയൽ കാണണം. ഇന്ന് അതിൻ്റെ ബാക്കി വർക്ക് നോക്കാം. അതിനുശേഷം അടുത്ത മാറ്റർ കൊടുക്കുന്നു, ലെറ്റ് us ഫൈൻഡ് ആൻഡ് റൈറ്റ്. ഇങ്ങനെ ടൈറ്റിലാണ്. അത് കഴിഞ്ഞാൽ ഒരു 2 1 വിൻഡീസ് ഈ മാറ്ററുകളാണ്. അപ്പോൾ ഞാൻ ഈ മാറ്റർ അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ലെറ്റ് us ഫൈൻഡ് ആൻഡ് റൈറ്റ് എന്ന് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 സെൻറ്റൻസ് ഉണ്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ ലെറ്റ് us ഫൈൻഡ് ആൻഡ് റൈറ്റ് എന്ന് കഴിഞ്ഞിട്ട് 2 4 6 സെൻറ്റൻസും ടൈപ്പ് ചെയ്ത്. ഇവിടെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലെറ്റ് us ഫൈൻഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇനി കളർ എന്നുള്ള കാര്യം നമുക്ക് റെഡ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇവിടെ നമുക്ക് ബ്ലൂ കളറാണോ വേണ്ടതെങ്കിൽ, ഇനി റെഡ് ആണ് തന്നെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതൊരിത്തിരി ബോൾഡ് തന്നെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നാം ശ്രദ്ധിച്ചാൽ ഈ ഓരോ ലൈനും തമ്മിലുള്ള സ്പേസുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ഗ്യാപ്പുണ്ട്. മാത്രവുമല്ല വേറൊരു പ്രത്യേകത, ഇവയ്ക്കിടയിൽ ഇവ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ബുള്ളറ്റുകൾ ഇട്ടാണ്, ഓരോ റൗണ്ട് കഴിഞ്ഞിട്ടാണ് ഓരോ സെൻറ്റൻസ്. ഇവയെ ബുള്ളറ്റ്സ് എന്നാണ് നാം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യം ചെയ്യാറുണ്ട്. ഒന്ന്, ഈ ലൈൻസുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂട്ടാനുമുണ്ട്, പിന്നെ ബുള്ളറ്റും കൂടെ കൊടുക്കാനുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് ലെഫ്റ്റ്, ആ ലൈനിൻ്റെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വലത്തോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴോട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് എല്ലാ ലൈനും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൈൻ സ്പേസിങ് കൊടുക്കുവാനുള്ള ടൂള് നമുക്ക് ഇവിടെ ഈ ടൂളാണ് സെറ്റ് ലൈൻ സ്പേസിങ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാം ഇപ്പോൾ ലൈൻ സ്പേസിങ് 1 എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഓരോന്നും ഓരോ ലൈനിലായിട്ട് കിടക്കുന്നത്. ലൈൻ സ്പേസിങ്ങിൻ്റെ ഇത് 2 എന്നാക്കിയാൽ ഇവ തമ്മിലുള്ള അകലം ഇത്രയാവും. 2 ചിലപ്പോൾ നമുക്ക് കൂടുതലാണെന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് ലൈൻ സ്പേസിങ് ക്ലിക്ക് ചെയ്തിട്ട് 1.5. അപ്പോൾ നമ്മൾ ലൈൻ സ്പേസിങ് കിട്ടി. ഇനി നമുക്ക് ഇതുമായിട്ട് നോക്കുമ്പോൾ ഇവിടെ ബുള്ളറ്റുകളുണ്ട്, അത് ഇവിടെ കൊടുക്കണം. അതിനും വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് എല്ലാ ലൈനും സെലക്ട് ചെയ്തതിന് ശേഷം ബുള്ളറ്റ്സ് കൊടുക്കാനുള്ള ടൂളാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് കൊടുത്തു. വീണ്ടും ബുള്ളറ്റ് വേണ്ട എങ്കിൽ നമ്മൾ എല്ലാ ലൈനും സെലക്ട് ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് ഓഫാവും. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസിന് മുമ്പ് ബുള്ളറ്റ് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഈ ബുള്ളറ്റിൻ്റെ ടൂള് ക്ലിക്ക് ചെയ്ത് നമുക്ക് വരാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഈ ബുള്ളറ്റുകൾ വേറെ സിമ്പലിലോട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള ബുള്ളറ്റുണ്ട്. ഇതാണ് വരണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതിനുവേണ്ടി ഈ സൈഡിലുള്ള ആരോ കീ കൂടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതാണ് വരേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബുള്ളറ്റ്സുകൾ കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ വർക്ക്ഷീറ്റ് പരിശോധിച്ചാൽ ഒരു ബോക്സിനകത്ത് ചില വാക്കുകളാണ്, ഈ വാക്കുകളാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബോക്സാണ് വരുന്നത്, ബോക്സിനകത്താണ് വാക്കുകൾ വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ അവസാനത്തെ ലൈനിൽ ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് വീണ്ടും താഴോട്ട് വരണമെങ്കിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമ്മൾ നേരത്തെ ഇൻസേർട്ട് ഇമേജിൻ്റെ ടൂൾ ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്യാം. നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ വാക്കുകളെല്ലാം ടൈപ്പ് ചെയ്തു. ഈ ബോക്സ് കുറച്ചുകൂടി താഴോട്ടാക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ബോക്സിനെ കുറച്ച് മൂവ് ചെയ്തൊക്കെ വയ്ക്കാം. ഇത്രയും വലുപ്പം വേണ്ട എങ്കിൽ നമുക്കിതിനെ കുറച്ച്
സൈസൊക്കെ മാറ്റി വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് വരച്ചതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബോക്സിന് ഔട്ടറായിട്ടുള്ള ലൈൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊരു ഔട്ടർ ലൈനും കൂടെ കൊടുക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ നൺ എന്നായിരിക്കും കാണുന്നത്. ഇവിടെ നമുക്ക് ഏത് സ്റ്റൈലിലുള്ള ഇത് വെച്ചിട്ടാണ് ബോക്സ് വരേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ടഡായിട്ടുള്ള ഇതായിരിക്കും വരുന്നത്. പകരം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. നമ്മുടെ വർക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഇവിടെ ഞാൻ ഈ ലൈൻ സ്പേസിങ് കുറച്ചുകൂടെ കൂട്ടണം അങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഒരു ലൈൻ സ്പേസിങ് 2 എന്നാക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്തതെന്ന് ഒന്ന് പരിശോധിക്കാം. ഹെഡിങ് ടൈപ്പ് ചെയ്തു. ഹെഡിങ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമായ സൈസും കളറും സെൻറ്റർ ടൂൾ ഉപയോഗിച്ച് നമ്മൾ സെൻറ്ററാക്കി. അതിനുശേഷം ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ച്, ലൈൻ ടൂൾ ഇവിടെയാണ്, ലൈൻ ടൂൾ ഉപയോഗിച്ച് ഒരു ലൈൻ വരച്ചു. അവയ്ക്ക് ആവശ്യമുള്ള നിറം കൊടുത്തു. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ഇമേജ് ഉപയോഗിച്ച് പിക്ചർ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള മാറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ലൈൻ സ്പേസിങ് നമ്മൾ 2 എന്ന് കൊടുത്തു. ഓരോ ലൈൻ്റെ ഇടയിൽ 2 ലൈൻ്റെ സ്പേസിങ് വേണം, 2 എന്ന് കൊടുത്തു. അതിനുശേഷം ബുള്ളറ്റ് എന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഇത് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു ബോക്സ് ഇൻസെർട്ട് ചെയ്തു. അതിന് ടെക്സ്റ്റ് ബോക്സാണ് നമ്മൾ വരച്ചു കൊടുത്തത്. ടെക്സ്റ്റ് ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിന് ലൈൻ കാണത്തില്ല. അതിന് നമ്മൾ ലൈന് ഇത് ക്ലിക്ക് ചെയ്ത് ലൈൻ കൊടുക്കുകയാണ് ചെയ്തത്. നാം അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം, ഈ വർക്കിനെ നാം സേവ് ചെയ്യുക എന്നുള്ളതാണ്. സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ സേവ് എന്ന് നാം കൊടുക്കുക. ഞാനിവിടെ സേവ് ചെയ്യുമ്പോൾ ഇത് വർക്ക്ഷീറ്റ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 1 എന്ന് കൊടുത്ത് ഞാൻ സേവ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സേവ് ചെയ്തുകൊണ്ട് നമ്മുടെ ടൈറ്റിൽ വർക്ക്ഷീറ്റ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 1 എന്ന് ആയി പറയും. ഇപ്പോൾ നാം സേവ് ചെയ്ത് ഫയൽ ലിബ്രോഫീസ് റൈറ്ററിൻ്റെ ഒരു ഫയലായിട്ടാണ് നാം സേവ് ചെയ്തത്. കാരണം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ലിബ്രോഫീസ് റൈറ്ററിലായതുകൊണ്ട് ലിബ്രോഫീസ് റൈറ്ററിൻ്റെ ഒരു ഫയലായിട്ടാണ് സേവ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ ഒരു PDF ഫയലായിട്ടാണ് മാറ്റേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മൊബൈലിലോട്ടൊക്കെ മാറ്റി കുട്ടികൾക്ക് അയച്ചു കൊടുക്കാനായിട്ടുള്ള ഫോർമാറ്റിലോട്ട് മാറത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമുക്കിവിടെ ഇത്രയും വർക്ക് ചെയ്തതിന് ശേഷം PDF ആക്കാമെന്ന് പറഞ്ഞാൽ ഫയൽ എക്സ്പോർട്ട് ആസ് എന്ന ഇതിൽ എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും നിങ്ങൾ മാറ്റം തൽക്കാലം വരുത്തണ്ട. അവിടെ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഇവിടെ നാം നേരത്തെ കൊടുത്ത അതേ ഫയൽ നെയിം തന്നെ ഇവിടെ പേര് കാണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പേര് കൊടുക്കാം, അല്ല എങ്കിൽ നേരത്തെ കൊടുത്ത പേര് തന്നെ കാണും. പക്ഷേ ഇനി ഉണ്ടാകുന്ന ഫയലുകൾ നമ്മളിവിടെ സേവ് ചെയ്യുമ്പോൾ ഇതുണ്ടാകുന്നത് PDF ഫയലാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ വർക്ക്ഷീറ്റ് നമ്മൾ ഈ PDF ഫയലിൻ്റെ പേര് വർക്ക്ഷീറ്റ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 1 എന്ന് തന്നെയാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് കൊടുത്താൽ മതി. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്. ഞാനിതിപ്പം ഡോക്യുമെൻറ്റ്സിലാണ് കിടക്കുന്നത്. ഇത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നാം ഈ സേവ് ചെയ്യുന്ന ഫയൽ ഡെസ്ക്ടോപ്പിൽ ഇതാവും, വർക്ക്ഷീറ്റ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 1. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ വർക്ക്ഷീറ്റ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 1.pdf എന്നൊരു ഫയൽ ഇവിടെ ഉണ്ടായി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നാം ചെയ്ത വർക്ക് ഇപ്പോൾ PDF ആയി ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. അത് നാം ഓപ്പൺ ചെയ്തു. വളരെ സിമ്പിളായിട്ടാണ് നാം ചെയ്തത്. ഈ വർക്ക് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കുട്ടികൾക്ക് അയച്ചു കൊടുക്കാനോ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ഉപയോഗിക്കുകയോ ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായി മനസ്സിലാക്കുക. എന്തൊക്കെ ടൂളുകളാണ് ഇതിൽ പരിചയപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. പ്രാക്ടീസ് ചെയ്യുക. പുതിയ ട്യൂട്ടോറിയൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.